തൃശൂർ കോർപ്പറേഷനിൽ ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്ത മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നാണ് ആവശ്യം. ബി.ജെ.പി. കൗൺസിലർമാർ പ്രതീകാത്മകമായി മരണാനന്തര ചടങ്ങുകൾ നടത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് തൃശൂരിലെ എം.ജി. റോഡിൽ കുഴി വെട്ടിച്ച ബൈക്ക് യാത്രികന് ജീവൻ നഷ്ടമായത്. എം.എസ്. ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഇന്നലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ടിരുന്നു. ഇന്നും ഇപ്പോൾ മേയർക്കെതിരെ ബി.ജെ.പി. പ്രതിഷേധം കടുപ്പിക്കുകയാണ്. എന്താണ് അവരുടെ ആവശ്യങ്ങൾ? ഇന്നലെയാണ് തൃശൂർ എം.ജി. റോഡിൽ കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിച്ചതിനെ തുടർന്ന് ഈ പുറകിൽ വന്ന ബസ് ഇടിച്ച് പൂങ്കുന്നം സ്വദേശിയായ വിഷ്ണുദത്തിന് ജീവൻ നഷ്ടപ്പെട്ടത്. വിഷ്ണുദത്തിന്റെ അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ റോഡിലെ കോർപ്പറേഷൻ റോഡുകളിലെ കുഴി അത് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം, ഇത്തരത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിനൊരു നടപടി എടുക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബി.ജെ.പി. കൗൺസിലർമാർ കോർപ്പറേഷൻ കോമ്പൗണ്ടിനകത്ത് മരണാനന്തര ചടങ്ങുകൾ നടത്തി പ്രതീകാത്മകമായി മരണാനന്തര ചടങ്ങുകൾ നടത്തി പ്രതിഷേധിക്കുന്ന ഒരു മൃതദേഹം എന്ന രീതിക്ക് കിടക്കുന്നത് ബി.ജെ.പിയുടെ കൊക്കാലയിലെ കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരിയാണ്. ചുറ്റിലും ഇരിക്കുന്നത് ബി.ജെ.പിയുടെ കോർപ്പറേഷനിലെ കൗൺസിലറാണ്. ഈ ബി.ജെ.പി. കൗൺസിലറുടെ കൗൺസിൽ തന്നെയുള്ള, അതായത് വാർഡിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം വിഷ്ണുദത്ത് മരണമടഞ്ഞത്. അതായത് ഈ മേഖലയിൽ കോർപ്പറേഷൻ പരിധിയിൽ പല റോഡുകളുടെയും ശോചനീയാവസ്ഥ അത് യാതൊരു വിധത്തിലും പരിഹരിക്കുന്നില്ല. ഇനിയും എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടാലാണ് ഇത്തരത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്.